നരിവേട്ട. ഡയറക്ടർ അനുരാഗ് മനോഹർ. ഇഷ്കിന് ശേഷം അദ്ദേഹത്തിന്റെ പുതിയ ഫിലിമാണ് നരിവേട്ട. റൈറ്റർ എബിൻ ജോസഫ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയാസ് ഹസൻ ആൻഡ് ടിപ്പുഷൻ. DOP വിജയ്. മ്യൂസിക് ജെയ്ക്സ് ബി ജോയ്. എഡിറ്റർ ഷമീർ മുഹമ്മദ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മുത്തങ്ങയിലെ ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ട്രൂ ഇവന്റ്സുകൾ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ് നരിവേട്ട. പടം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ടൊവിനോടെ ഒരു സിമ്പിൾ ഇൻട്രോയോടുകൂടി പടം സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് തന്നെ മുത്തങ്ങയുടെ ഒരു ഫോറസ്റ്റ് കാണിക്കുകയും അവിടെ ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മളെ ഒരു എന്താ പറയുക ഒരു വെൽക്കമിങ് ചെയ്യുന്ന പോലത്തെ ഒരു മ്യൂസിക് ഒരു സ്കോറോടുകൂടി പടം അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മൾ പടത്തിലേക്ക് ഇന്നാക്കുക. അവിടെ തൊട്ട് പടത്തിന്റെ എൻഡ് വരെ ജെയ്ക്സ് ബി ജോയ് ഈ പടത്തിന് നൽകിയിരിക്കുന്ന ഒരു സ്കോർ ഉണ്ട്. അത് സട്ടിലായിട്ടുള്ളിടത്ത് സട്ടിലായിട്ട്, ഹൈ വേണ്ടടുത്ത് ഹൈ, എന്താണോ പടത്തിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഭയങ്കര ബ്ലെൻഡായിട്ട് ഹിറ്റിലാനായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം തുടർന്ന ശേഷം വീണ്ടും ഒരു ഹിറ്റ് ജെയ്ക്സ് ബി ജോയ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തുകൊണ്ടെന്നാണ് ഇതിന്റെ വിഷ്വൽസ്. DOP വിജയ് ഇതിൽ എല്ലാ വിഷ്വൽസും എല്ലാ സീൻസും ഭയങ്കര ഭംഗിയാണ്. അത് ഫോറസ്റ്റ് ആണ്. അതിന്റെ വിഷ്വൽസും സീനറീസും എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ പുള്ളി ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ടതാണ് ഇതിന്റെ കട്സ്. ഷമീർ മുഹമ്മദ് റീസെന്റ് ഇറങ്ങിയ ലാസ്റ്റ് 2 പടം പുള്ളിയുടെ ഹിറ്റ് തന്നെയായിരുന്നു, മാർക്കോ ആൻഡ് ചിത്രം. അതിനുശേഷം വീണ്ടും നരിവേട്ടയിലൂടെ ഒരു ഹിറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മുത്തങ്ങ കാണിച്ച് അവിടുത്തെ ആളുടെ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് പടം ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഡെവലപ്പായി നമ്മളതിൽ ഇന്നായി ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും ടൊവിനോ പോലീസ് ആവുന്നതിന് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. പിന്നെ ഒരു കുറച്ച് സമയം അങ്ങനെയാണ് പോകുന്നത്. അതും എനിക്ക് ഭയങ്കര രസമുണ്ട്. ആ ഒരു സെക്ഷനിലൊക്കെ ടൊവിനോ ഭയങ്കര ചാമാണ്, ഭയങ്കര രസമാണ്. പുള്ളി കാണാനും പുള്ളിയുടെ ഒരു ആക്ടിങ്ങും മൊത്തത്തിൽ നല്ല രസമായിട്ട് അവിടെ ആ ഒരു പൊസിഷനും രണ്ടും ഒരു ടൈപ്പ് കാസ്റ്റാണ്. ഒന്ന് പുള്ളി ക്യാരക്ടർ ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാണ്ട് ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളുടെ ക്യാരക്ടർ, അതിൽ നിന്ന് പുള്ളി പോലീസായി കഴിഞ്ഞു വരുന്ന ഒരു മാറ്റം, അങ്ങനെയാണ് പടത്തിൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ഈ പോലീസായി കഴിഞ്ഞ ശേഷം മുത്തങ്ങയിലേക്ക് വരെ അവിടെ പുള്ളി അതൊരു പെട്ടെന്നൊരു ഷിഫ്റ്റാണ്. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഒന്നും കാണിക്കുന്നില്ല. പുള്ളി കുട്ടനാട്ടിലെ ഒരു വർഗീസ് എന്ന് പറഞ്ഞൊരു സാധാരണക്കാരിൽ നിന്നും ഒരു ചെറിയൊരു ട്രാൻസിഷനിലൂടെയാണ് പുള്ളി പോലീസായി എന്നുള്ളൊരു ഭയങ്കര ഒരു ഫേസും ബോഡിയും മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡും ഒരു ചേഞ്ചോടുകൂടിയാണ് പുള്ളി നമ്മൾ പോലീസായിട്ട് പുള്ളിനെ കാണുന്നത്. അതിൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും പടം ത്രൂ ഔട്ട് പിന്നെ വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു വർഗീസ് എന്ന് പറഞ്ഞ സാധാരണക്കാരൻ്റെ ഒരു ക്യാരക്ടർ നമുക്കിതിൽ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ പടത്തിന്റെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്കാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ആര്യ സലീം ചെയ്തിരിക്കുന്ന CK ജാനു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ സീനിലും പുള്ളിക്കാരി സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, പുള്ളിയുടെ ഈ പടത്തിലെ റോൾ നമ്മൾ ഇതുവരെ ഒരു പടത്തിലും കാണാത്ത ടൈപ്പ് റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി ഭയങ്കര സട്ടിലാണ്. ഈ ക്യാരക്ടർ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. അത് പുള്ളി ഭയങ്കര രസമായിട്ടാണ് പുള്ളി ഈ പടത്തിൽ ത്രൂ ഔട്ട് പുള്ളി ആ ഒരു സാധനം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേരൻ, പിന്നെ പ്രിയംവദ, ടൊവിനോയുടെ പെയറായിട്ടുള്ള റൊഷാക്കിലൊക്കെ ഉള്ള അവരെല്ലാവരും അവരുടെ റോള് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മെയിൻ റോൾ ചെയ്തിരിക്കുന്ന ഒരു ദളിത് യുവാവായിട്ട് പ്രവീൺ, പുള്ളിയും പുള്ളിയുടെ ഒരു ബസ്സിലുള്ള പുള്ളി പടത്തിൽ ത്രൂ ഔട്ട് പുള്ളി ഉണ്ട്. ത്രൂ ഔട്ട് പുള്ളിയുടെ ഒരു പ്രസൻസ്, പുള്ളി പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിയിലൂടെ പടം പോകുന്ന രീതിയിലൊക്കെ തോന്നുന്ന രീതിയിൽ പുള്ളി ത്രൂ ഔട്ട് ഈ പടത്തിൽ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പടത്തിന്റെ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ സ്കോറും വിഷ്വൽ കൊണ്ടും കട്ട്സും പിന്നെ ടൊവിനോയുടെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാവരും ടോപ്പ് നോച്ചാണ് അവരുടെ എല്ലാവരും പുഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ സാധനം. ആ ഒരു ഫീല് തന്നെയാണ് ഈ പടത്തിന്റെ എന്താ പറയുക പടം നമ്മളെ വീണ്ടും ഹോണ്ട് ചെയ്യുന്നത്. പടം കണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ പടത്തിനെ കുറിച്ച് വീണ്ടും ഒരു ഹോണ്ടിങ് വരുന്നുണ്ട്. അങ്ങനത്തെ പടങ്ങളാണ് എപ്പോഴും നല്ല പടങ്ങളെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഈ പടം പിന്നെ പറഞ്ഞു വെക്കുന്നത് ഭയങ്കര ഒരു പൊളിറ്റിക്സ് ആണ്. ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു ലാസ്റ്റ് ഒരു ഹൈ പോർഷൻ കഴിഞ്ഞിട്ട് പടം പിന്നെ ഈ പടത്തിന്റെ എനിക്ക് തോന്നുന്നു റിയൽ ഇൻസിഡന്റിൽ നിന്നും കുറച്ചും കൂടി ഈ പടത്തിലൂടെ ഇതിനെ ഫുൾഫിൽ ചെയ്ത പോലെ ആക്കിയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സെക്ഷൻ ഇച്ചിരി ഡ്രാഗ് ഓഫ് ആയിട്ട് തോന്നി. അതും പ്രശ്നമാണെന്നല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഡയറക്ടർ ഒരു പക്ഷേ പടത്തിലൂടെ അതിനെ ഫുൾഫിൽ ചെയ്യാൻ നോക്കിയതായിരിക്കും. ഇതെന്തായാലും ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് ഫിലിം തന്നെയാണ്. ഡു ഗൈസ് വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്സ്.